രണ്ടാം പിണറായി വിജയൻ സർക്കാർ വളരെ ദുർബലമാണ് എന്ന തരത്തിൽ മുൻ LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായി പി ജയരാജന്റെ പേരിൽ കട്ടൻ ചായയും പരിപ്പോടെയും എന്ന പേരിൽ ഒരു ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട് വാർത്തകൾ തള്ളുകയാണ് പി ജയരാജൻ തന്റെ ആത്മകഥ. തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഈ പുറത്തു വന്ന ഇതിനകത്ത് വിവരങ്ങളും തെറ്റാണെന്നാണോ? എല്ലാ വിവരങ്ങളും തെറ്റാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആത്മകഥ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായി പി ജയരാജന്റെ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളുകയാണ് ശ്രീ പി ജയരാജൻ. കട്ടൻ ചായയും പരിപ്പവടയും എന്ന പേരിൽ ഒരു പുസ്തകം ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു വാർത്തകൾ. DC ബുക്സ് ഈ പുസ്തകം പുറത്തിറക്കി. എന്നാൽ DC ബുക്സിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് DC ബുക്സ് ആത്മകഥ എഴുതുന്നുണ്ട് എന്നറിഞ്ഞ് തന്നെ സമീപിച്ചപ്പോൾ താൻ ആലോചിക്കാം, DC ബുക്സിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന് പറയാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒറ്റ പേജ് പോലും DC ബുക്സിന് എഴുതി നൽകിയിട്ടില്ല. DC ബുക്സിനെ ഒരു വിധത്തിലും തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനുള്ള കരാറുണ്ടാക്കിയിട്ടില്ല, അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതിൽ പ്രസിദ്ധീകരിച്ചവർക്കുള്ള പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് സംശയിക്കുന്നു. ആസൂത്രിതമായ പദ്ധതി, ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആസൂത്രിതമായ പദ്ധതി തനിക്കെതിരെ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് നിയമ നടപടി സ്വീകരിക്കും. ഇതുവരെയും എഴുതി തീർന്നിട്ടില്ലാത്ത ആത്മകഥയുടെ ആദ്യ പേജ് പുറത്തിറക്കി, പുറം ചട്ട പുറത്തിറക്കി എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധം എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കട്ടൻ ചായയും വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രനാണ് ഉള്ളത്. രാജേന്ദ്രൻ, കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ ഒരു പുസ്തകം താൻ പുറത്തിറക്കുമോ എന്ന പരിഹാസത്തോടു കൂടിയാണ് പി ജയരാജന്റെ പ്രതികരണം. ഇത്തരത്തിലൊരു ആത്മകഥ DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ ഈ വാർത്ത വന്നു എന്ന് കരുതണം? ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ മറ്റ് പ്രമുഖ ചാനലുകളെല്ലാം തന്നെ ഇതാണ് വലിയ വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിനമാണ്. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അജണ്ട എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പി ജയരാജൻ ആത്മകഥ എഴുതി അതിൻ്റെ ഭാഗങ്ങൾ എന്ന രീതിയിലാണ് അതിൻ്റെ ചട്ടയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളടക്കവും അടക്കമുള്ള ദൃശ്യങ്ങൾ പേജുകളെല്ലാം സഹിതമാണ് ഈ വാർത്ത കൊടുക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പി ജയരാജൻ പാർട്ടി നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ അദ്ദേഹം ശക്തമായ വിമർശനം നടത്തിയിരിക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്നു വന്ന പല ആരോപണങ്ങൾക്കുമുള്ള മറുപടി, അതിലെല്ലാം തന്നെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നതെന്ന രീതിയിലാണ് ആ വാർത്തകളെല്ലാം തന്നെ നൽകിയിരുന്നത്. അല്പം മുമ്പാണ് പി ജയരാജൻ അതിനോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം, തൻ്റെ ആത്മകഥ ഇതേവരെ പുറത്തിറക്കിയിട്ടില്ല, ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇതേവരെ ആത്മകഥ ഈ ഒരു അന്തിമ രൂപത്തിൽ പോലും ആയിട്ടില്ല. രണ്ട്, ഇത് ആരെയും തന്നെ ഏൽപ്പിച്ചിട്ടില്ല. DC ബുക്സും മാതൃഭൂമിയും തന്നെ സമീപിച്ചിരുന്നു. എന്നാൽ താൻ ഇവർക്കൊന്നും തന്നെ ഇതേവരെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. ആരുമായും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഇതേവരെ ആത്മകഥയുടെ ഒരു അന്തിമ രൂപം പോലും ആയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തൻ്റേതെന്ന പേരിൽ ഈ പല ഭാഗങ്ങളും വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. താൻ പറയാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെ പല ഭാഗങ്ങളും തന്നെ പൂർണ്ണമായും തെറ്റാണ്. ഇതിന് പിറകിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. തന്നെയും തൻ്റെ പാർട്ടിയെയും, അതായത് CPIMനെയും തകർക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാർത്ത ചമയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല, ആരാണ് ഈ വാർത്ത, വ്യാജ വാർത്ത ചമച്ചത്, ആരാണ് ഈ വ്യാജ നിർമ്മിതി സൃഷ്ടിച്ചത്, അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളും. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ രാജേന്ദ്രൻ, EMS നമ്പൂതിരിപ്പാടിനൊപ്പം പി ജയരാജൻ നിൽക്കുന്ന ഒരു ചിത്രമാണ് പുസ്തകത്തിന്റെ കവറിലുള്ളത്. കട്ടൻ ചായ പിടിച്ചു നിൽക്കുന്ന EMSനെ നോക്കി നിൽക്കുന്ന പി ജയരാജൻ എന്ന തരത്തിലാണ് ആ പുസ്തകത്തിന്റെ പേരും പുസ്തകത്തിന്റെ കവർ ഉള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നത് DC ബുക്കിനെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ ചിത്രം ഉപയോഗിച്ച് ആ തരത്തിൽ പി ജയരാജനെ തെരഞ്ഞെടുപ്പ് ദിവസം ആക്ഷേപിക്കുക എന്ന തരത്തിലുള്ള ഒരു ആസൂത്രിത ശ്രമം CPIMന് നേരെ ഒരു ആസൂത്രിത ശ്രമം ഉണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് നാം എത്തണോ? അല്ല, സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അത് വളരെ രാഷ്ട്രീയമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട.
കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും നിയമസഭാ മണ്ഡലത്തിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സമയത്ത് തന്നെ ഈ വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ അതിൻ്റെ പിറകെയുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. എന്നാൽ EP ജയരാജൻ ഇത് നിഷേധിക്കുന്നു. ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ ശ്രമം, മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ വാർത്തയുടെയും വ്യാജ നിർമ്മിതിയുടെയും പിറകിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ്, CPIM-നെ തകർക്കുക എന്നതാണ്, തന്നെ വ്യക്തിപരമായി തന്നെ തകർക്കുക എന്നതാണ്. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം നിഷേധിക്കുന്നു, ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. 1. 2, ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെല്ലാം തന്നെ താൻ പറയാത്ത കാര്യങ്ങളാണ്. നിരവധി വിവാദപരമായ കാര്യങ്ങളുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ എല്ലാം തന്നെ ഈ പിന്നാമ്പുറ കഥകൾ എന്ന രീതിയിലെല്ലാമാണ് പലതും പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതുമായി ഒന്നും തന്നെ യാതൊരു ബന്ധവുമില്ല. താൻ പറയാത്ത കാര്യങ്ങളാണ്, താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ്. എന്തായാലും അധികം താമസിയാതെ ഈ ആത്മകഥ പുറത്തു വരും, അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വരും. ആ സമയത്ത് എന്താണ് സത്യമെന്ന് ജനങ്ങളറിയും. ഇപ്പോൾ പുറത്തു വന്നത് തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല, മാതൃഭൂമി സമീപിച്ചിരുന്നു, DC ബുക്സ് സമീപിച്ചിരുന്നു. പക്ഷേ ഇവരെയൊന്നും താൻ ഏൽപ്പിച്ചിട്ടില്ല. ഇവരുമായൊന്നും തന്നെ യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു വ്യാജ നിർമ്മിതിയാണ്. ഇതിലൊന്നും തന്നെ ആരും വിശ്വസിക്കരുത്. മാത്രമല്ല ഈ വ്യാജ നിർമ്മിതിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളും. ഇതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതെ, രാജേന്ദ്രൻ, പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വളരെ കാലമായി കേരളത്തിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പേര് കേട്ട ഒരു സ്ഥാപനം DC ബുക്സിനെതിരെ, DC ബുക്സ് ഒറ്റ പേജ് പോലും കിട്ടാതെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുത്തു എന്നുള്ള വിമർശനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കും, ഇനി മുമ്പോട്ടുള്ള നീക്കം അതാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതെ, നിയമ നടപടി സ്വീകരിക്കും. കാരണം ഇതിൻ്റെ ഈ വാർത്ത പുറത്തു വന്ന സമയം വളരെ വ്യക്തമാണ്. കാരണം ഇതിന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു, ഇപ്പോൾ EP ജയരാജൻ പറയുന്നത് എന്തെന്നാൽ ഇത് വളരെ ആസൂത്രിതമായാണ് ഈ വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമാണ്, തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ ഇത്തരം അജണ്ടകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പല തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു വാർത്താ ബോംബ് എന്ന രീതിയിൽ പലതും പൊട്ടിക്കുന്നത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. എന്നാൽ EP പറയുന്നത് അത് വളരെ ആസൂത്രിതമായി തന്നെ അതിനുവേണ്ടി കരുവാക്കുന്നു, മാധ്യമങ്ങൾ തന്നെ അതിനൊരു ഇരയാക്കുന്നു. അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആസൂത്രണം നടന്നിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നു. കാരണം ഈ വാർത്ത നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പുറംചട്ടയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞ് വന്ന ആ പുസ്തകത്തിൻ്റെ പുറംചട്ട കാണിക്കുന്നുണ്ട്, അതിൻ്റെ പല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. EP-യുടേതെന്ന പേരിൽ ഉള്ള പല വാചകങ്ങളും എല്ലാം തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പൂർണ്ണമായും വ്യാജ നിർമ്മിതിയാണ്. തൻ്റെ ആത്മകഥ ഇതേവരെ എഴുതി തീർന്നിട്ടില്ല. ഈ ആത്മകഥ എഴുതി തീർന്നിട്ടില്ല എന്നിരിക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്, അതെങ്ങനെയാണ് വാർത്തയാവുന്നത്? അപ്പോൾ ഇതെല്ലാം 100% വ്യാജനിർമ്മിതിയാണ്. ഇതിൻ്റെ പിറകിലെ ലക്ഷ്യമെന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളും. ഇതിലാരും തന്നെ ഇത് വിശ്വസിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുന്നു. നിയമ നടപടി കൈക്കൊള്ളുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ താൻ ആർക്കും തന്നെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനുള്ള കരാർ നൽകിയിട്ടില്ല, ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. പല പ്രസാധകരും മാതൃഭൂമിയും DC-യും എല്ലാം തന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കെണിയിൽ ആരും വീഴരുത്. ഇതിൻ്റെ പിറകിലെ ലക്ഷ്യമെന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക, അങ്ങനെ ഒരു വാർത്താ അജണ്ട സെറ്റ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആരും തന്നെ ഇതിൽ വീണു പോകരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.